ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടത്തെ കാലത്തൊരു കൂട്ടാനാണ്. പണ്ട് ഇല്ലത്തും മഠങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ കൂട്ടാണ്. ഒരു പച്ചക്കറിയും വേണ്ട, ഉള്ളിയും തക്കാളിയും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ നല്ല രീതിയിൽ കളറ് മാറുന്നവരെ വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് തൂരപ്പരിപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം, തൂരപ്പരിപ്പ് വേകാൻ വേണ്ടി ആവശ്യമായ വെള്ളം ഒഴിച്ച് അതുമാത്രമല്ല, നമുക്ക് കറിക്കും ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്കതിൽ കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 4 വിസിലാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്ത് ചൂടാറുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 4-5 ഉണക്കമുളക് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത മുളക് നമുക്ക് മാറ്റി വെക്കാം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് കോക്കനട്ട് കട്ടർ. റോയൽ ഫോർഡിൻ്റെ കോക്കനട്ട് കട്ടറാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് തേങ്ങ പൊട്ടിക്കാൻ സാധാരണ നമ്മളെല്ലാവരും വെട്ടുകത്തിയും അതുപോലെ അരകല്ലിൽ അടിച്ചൊക്കെയാണ് പൊട്ടിക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഏകദേശം ഒരു 550 രൂപ ആ റേഞ്ച് വരും. റോയൽ ഫോണിൻ്റെ ഒരു ഇമ്പോർട്ടഡ് ഐറ്റമാണിത്. നമുക്ക് തേങ്ങ നല്ല രീതിയിൽ പൊട്ടിക്കാൻ സാധിക്കും. ഞാനിത് പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ബാമ്പൂ വെച്ചുണ്ടാക്കിയതായതുകൊണ്ട് കൂടുതൽ സേഫ്റ്റിയാണ്. ഇതിൻ്റെ പിടിയൊക്കെ നല്ല ബാമ്പൂ ആണ്. അപ്പോൾ കുറച്ച് നല്ല സേഫ്റ്റിയാണ്. നമുക്കിത് പൊട്ടിക്കാൻ മാത്രമല്ല, അതിൻ്റെ പുറകിൽ അത് വെച്ച് നമുക്ക് തേങ്ങ കൊത്തിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഹോൾ ഇടാനും സാധിക്കും. നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണിത്. സാധിക്കുന്നത് വാങ്ങിച്ച് ഉപയോഗിക്കുക. പരിപ്പ് വേവിച്ച് വെള്ളം മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ഊറ്റി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങാപ്പീരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കൂടി ചേർക്കാം. പിന്നെ അതിലേക്ക് പരിപ്പ് വേവിച്ച വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത പരിപ്പ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മൾ പരിപ്പ് ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കൂട്ടാൻ എന്തുമാത്രം ചാറ് വേണം, ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് ഒഴിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി വെക്കുക. തിളയ്ക്കുമ്പോൾ കുറുകും. അപ്പോൾ വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയാൽ മതി. തള വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇടുക. ഇനി അതിലേക്ക് 3-4 ചുവന്ന മുളക് മുറിച്ചിടുക. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ കുറച്ച് വേപ്പില കൂട്ടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വറുത്തെടുക്കുക. അതിനുശേഷം റെഡിയായി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉച്ചയൂണിന് വറുത്തരച്ച കൂട്ടാൻ്റെ അതേ സ്വാദിൽ ഈ കൂട്ടാനും കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണിത്. പഴയ കാലങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കൂട്ടാണിത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.